വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ടെക്സ്റ്റൈൽസ് ബൈ മൃദു. ട്രാവൽ ടെക്സ്റ്റൈൽസിലെ ടെക്സ്റ്റൈൽസ് ആണ് ഇന്നത്തെ ടോപ്പിക്. അതായത് അഹാന കൃഷ്ണ, മൂൺ ഗോഡസ് ഇങ്ങനെയുള്ളവരൊക്കെ കുറേ തട്ടിപ്പ് നടത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച് കുറേ നാളായിട്ട് ന്യൂസ് കേൾക്കുന്നുണ്ടല്ലേ. അപ്പോൾ അഹാന കൃഷ്ണ ഉടുത്തിരിക്കുന്ന സാരി, ആ സാരീനേക്കാളും 2000-3000 താഴെയാണ് വേറെ ഒരു ബ്രാൻഡ് ഇറക്കുന്നത് എന്ന് ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് കുറേ പേര് അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ ബ്രാൻഡിലുള്ള ഓണർ, അതായത് ഇതേ സാരി വില കുറച്ച് വിൽക്കുന്ന ഓണർ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. എന്തുകൊണ്ടാണ് അഹാന കൃഷ്ണയുടെ സാരിക്ക് അത്രയും റേറ്റ് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ എക്സ്പ്ലനേഷനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. കാരണം അവരത് എക്സ്പ്ലനേഷൻ ചെയ്തത് കൊണ്ട് അവരുടെ ബ്രാൻഡിന് ഒരു കോട്ടം തട്ടിയെന്നാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല അവർ സ്വന്തം ബ്രാൻഡിനെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അത് ബ്രാൻഡ് എന്ന് പറയാൻ പറ്റില്ല. അവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഹാന കൃഷ്ണ എന്ന് പറയുന്നത് സെലിബ്രിറ്റി ഇതേ സാരി ഉടുത്തിട്ട് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ അതൊരു സെലിബ്രിറ്റി ബ്രാൻഡായിട്ട് മാറണോ, അതുകൊണ്ടാണ് 2000-3000 റേറ്റ് കൂടുതലായിട്ട് അഹാന വിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ബ്രാൻഡ്, വാട്ട് ഈസ് എ ബ്രാൻഡ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെറുതെ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു നെയിം വെറുതെ വരുന്നതല്ല. ആര് എന്ത് ചെയ്താലും അതൊരു ബ്രാൻഡ് നെയിം ആവില്ല. ബ്രാൻഡ് നെയിം ഇപ്പോൾ ഭയങ്കര കോമൺ ആയിട്ടുണ്ട്. എല്ലാവരും എന്തെങ്കിലും റീസെൽ ചെയ്യുന്നവർ പോലും അത് അവരുടെ ബ്രാൻഡ് എന്ന് പറയുന്നു. പക്ഷേ വാട്ട് ഈസ് എ ബ്രാൻഡ്? എ ക്ലോത്തിങ് ബ്രാൻഡ് ഈസ് എ നെയിം ഓർ ഐഡൻറ്റിറ്റി അണ്ടർ വിച്ച് ക്ലോത്തിങ് ഈസ് ക്രിയേറ്റഡ്, ഡിസൈൻഡ്, പ്രൊഡ്യൂസ്ഡ് ഓർ മാർക്കറ്റഡ് ആൻഡ് സോൾഡ് ടു ദ കസ്റ്റമേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്താ, ഈ ബ്രാൻഡ് നെയിം എവിടെ നിന്നാണ് വരുന്നത്? മാനുഫാക്ചേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. അവർ മാനുഫാക്ചർ ചെയ്തിട്ട് അവരുടെ ടാഗ് അടിച്ച് കൊടുക്കുന്നതാണ് ബ്രാൻഡ് നെയിം. അല്ലെങ്കിൽ നമ്മുടെ ശീമാട്ടിയിലെ ബീന കണ്ണൻ്റെ ഒരു ബ്രാൻഡ് എന്ന് പറയാൻ കാരണം, ബീന കണ്ണൻ ഇത്രയും ഇന്ത്യ ഫുൾ സഞ്ചരിച്ചിട്ടോ അല്ലെങ്കിൽ എബ്രോഡ് എവിടെയായാലും അവർ അവരുടേതായ ക്രിയേറ്റിവിറ്റിയിൽ, ഐഡിയാസിൽ അവർ ഈ മാനുഫാക്ചേഴ്സിനെ കൊണ്ട് അല്ലെങ്കിൽ വീവേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് ക്രിയേറ്റ് ചെയ്ത് എടുത്ത് പ്രൊഡ്യൂസ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് കസ്റ്റമേഴ്സിൽ എത്തിക്കുന്നു. അതുകൊണ്ട് അത് ബീന കണ്ണൻ ബ്രാൻഡായി മാറുന്നു. ഇതിനിപ്പോൾ ബീന കണ്ണൻ മാനുഫാക്ചറർ ആവണമെന്നില്ല. പകരം ബീന കണ്ണന് അവരുടെ ഐഡിയാസ് കൊടുത്തിട്ട് മറ്റുള്ള അവരെ കൊണ്ട് ജോബ് വർക്ക് കൊടുത്ത് ചെയ്യിപ്പിച്ചെടുക്കാം. അതും ഒരു ബ്രാൻഡ് തന്നെയാണ്. പക്ഷേ ഇവിടെ വരുന്നത് അഹാന കൃഷ്ണയായാലും മറ്റേ ബ്രാൻഡായാലും ഇവരൊക്കെ മെയിൻ ബ്രാൻഡ് ഒരു സ്ഥലത്തുണ്ട്. അവിടെ നിന്നാണ് ഇവരെല്ലാവരും വാങ്ങുന്നത്. ഈ വാങ്ങിച്ചവരൊക്കെ ആക്ച്വലി ബ്രാൻഡല്ല, അതിൻ്റെ മാനുഫാക്ചറാണ് അതിൻ്റെ ബ്രാൻഡ് നെയിം. പക്ഷേ ചിലവരെത്തിയും മാനുഫാക്ചർ ചെയ്ത് കൊടുക്കും. ഇവർക്ക് വേണമെങ്കിൽ ഇവരുടെ ലേബിൾ വെക്കാം, അതാണ് കാര്യം. അങ്ങനെയാണ്. പക്ഷേ അങ്ങനെ ചെയ്താലും അവരുടെ ക്രിയേറ്റിവിറ്റി അല്ല അവിടെ വരുന്നത്. കാരണം അവരുടെ ക്രിയേറ്റിവിറ്റി ആയിരുന്നെങ്കിൽ അത് വേറൊരു അതേ മെറ്റീരിയലോ അല്ലെങ്കിൽ അതേ സാരിയോ മറ്റേ വേറൊരാൾക്കും ഓൺലൈനിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സെയിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 10-20 വർഷമായിട്ട് ടെക്സ്റ്റൈൽ ഫീൽഡിലുള്ള ഒരാളാണ്. മാത്രമല്ല ഞാൻ ഇതേക്കുറിച്ച് ടെക്സ്റ്റൈൽസിനെ കുറിച്ചായാലും ഞാൻ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്, ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്, കൂടാണ്ട് മെർച്ചൻഡൈസിങ് ഡിപ്പാർട്ട്മെൻറ്റിലും വർഷങ്ങളോളം എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് എടുക്കണം എന്ന് വിചാരിച്ച് സംസാരിക്കുന്നത്. മൂൺ ഗോഡസിനെ ഞാൻ സ്റ്റാർട്ടിങ് മുതൽ കൊണ്ട് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. കൊറോണ ടൈം മുതൽ കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ് ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും റേറ്റ് കുറച്ച് വിൽക്കാൻ പറ്റുന്നതെന്ന്. പക്ഷേ മാനുഫാക്ചേഴ്സിന് റേറ്റ് കുറച്ച് വിൽക്കാൻ പറ്റും. കാരണം ഓൺ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് ഇടനിലക്കാരില്ല, ഇടയിലൊന്നും വരുന്നില്ല. പക്ഷേ എന്നാലും നമ്മുടെ മെർച്ചൻഡൈസേഴ്സിൻ്റെ ഡ്യൂട്ടി എന്താണ്? ഒരു പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ഡീറ്റെയിൽസ്, അത് ബട്ടൺ ഉണ്ടെങ്കിൽ ബട്ടൺ, അതിലെ ത്രെഡ്, മെറ്റീരിയൽ, വേറെ എന്തെങ്കിലും എക്സ്ട്രാ എംപ്ലിഷ്മെൻറ്റ്സോ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റോ ഫാസ്റ്റനിങ്ങോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അത് എത്ര ഉണ്ട്, അത് എങ്ങനെയൊക്കെയാണെന്നുള്ളതിൻ്റെ കോസ്റ്റിംഗ് ഇടും. അങ്ങനെ കോസ്റ്റിംഗ് ഇട്ടിട്ടാണ് നമ്മൾ പ്രൊഡക്ട്സ് വാങ്ങുന്നത്. ഒരു മെറ്റീരിയൽ ഓരോ പ്രൊഡക്റ്റിനും എത്ര ബട്ടൺസ് വേണ്ടി വരും, അപ്പോൾ അതനുസരിച്ചിട്ട് എത്ര ഓർഡർ നമുക്ക് കിട്ടി, അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ഇത്ര ബട്ടൺസ് വേണമെങ്കിൽ അത് ഇൻറ്റു എത്രയാണ് ഓർഡർ പ്ലസ് എക്സ്ട്രാ ഒരു 4-5 നമ്മൾ എക്സസ് ആയിട്ട് വാങ്ങും. അതാണ് നമ്മൾ മെർച്ചൻഡൈസ് ചെയ്യുന്നൊരു വർക്ക്. അപ്പോൾ ഈ മൂൺ ഗോഡസിൻ്റെ ഞാൻ ആ സമയം മുതൽ കണ്ട് നോട്ടീസ് ഇട്ടുള്ളൊരു കാര്യമാണ്, ഇവർക്ക് എങ്ങനെ ഇത്രയും റേറ്റ് കുറച്ച് വിൽക്കാൻ പറ്റും ഓൺ മാനുഫാക്ചറിങ് ആണെങ്കിലും കൂടെ. ഞാനത് കുറച്ച് കോസ്റ്റിംഗ് ഇട്ട് നോക്കി, എങ്ങനെ വന്നാലും അത് ടാലി ആവുന്നില്ല. കാരണം ഇവർക്കിത് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ഇവർ ചിലപ്പോൾ പറയുന്നുണ്ട് അത് കൽക്കട്ടയിൽ നിന്ന് വരുന്നു മെറ്റീരിയൽ, വേറെ എവിടെ നിന്നോ വരുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവർ പുറമെ എവിടെ ചെയ്യിപ്പിക്കുന്നു, എംബ്രോയിഡറി ചെയ്യിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മെറ്റീരിയൽ അവരുടെ തന്നെ ഗോഡൗണിൽ കൊണ്ടുപോയി നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങനെ നോക്കിയാലും അങ്ങനെയുള്ള ഗാർമെൻറ്റ്സ്, പക്ഷേ ജോർജറ്റ് ഷിഫോണാണ് അവർ കൂടുതലും ഞാൻ അന്ന് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല. പക്ഷേ
ജോർജറ്റ് ഷിഫോണിനൊക്കെ പൊതുവെ വില കുറവായതുകൊണ്ട് കുഴപ്പമില്ല, ഓക്കെ, നമുക്ക് ചീപ്പാണെന്ന് പറഞ്ഞാലും വിത്ത് ലൈനിങ്ങിൽ അവർ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, എംബ്രോയ്ഡറി വരുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവരെങ്ങനെയാണ് ഇത്രയും റേറ്റ് കുറച്ച് വിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരി, നമുക്കും ആ ടിപ്പ് അപ്ലൈ ചെയ്യാം. ഈവൻ ഞാനും ഐ എം ഓൾസോ എ എൻട്രപ്രണർ, ഞാനും സെയിൽ ചെയ്യുന്ന ഒരാളാണ് ഗാർമെൻറ്റ്സൊക്കെ. പക്ഷേ ഓൺ ഫാക്ടറി എന്നാണ് ഞാൻ ചെയ്യുന്നത്, ഐ എം നോട്ട് എ റീസെല്ലർ. ഈ പറഞ്ഞ മാതിരി അഹാനകൃഷ്ണ ആയാലും മറ്റ് അവരൊക്കെ ആയാലും ഇവരൊക്കെ റീസെല്ലേഴ്സാണ്. ഒരു റീസെല്ലർ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് ഒരു സെലിബ്രിറ്റി അവർ കൊടുത്ത് കാണിച്ചത് കൊണ്ട് അത് ബ്രാൻഡായി മാറുന്നില്ല. എപ്പോഴും അതിൻ്റെ ബ്രാൻഡ് ആരാ? അതിൻ്റെ മാനുഫാക്ചർ തന്നെയാണ്. അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റി ഓണായിട്ട് ഇപ്പോൾ ജയ്പൂർ പോയിട്ട് ബ്ലോക്ക് പ്രിൻറ്റിങ്ങിൻ്റെ ഒരു ഏരിയയിൽ പോയി അവരെ കൊണ്ട് ബ്ലോക്ക് ഉണ്ടാക്കിച്ച് ഇവരുടെ ഐഡിയയിൽ ബ്ലോക്ക് കാർവ് ചെയ്തെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അവരുടെ ഐഡിയയിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം അവരൊരു ലേബൽ ഇട്ടു എന്നിട്ട് കസ്റ്റമേഴ്സിൽ എത്തിക്കുകയാണെങ്കിൽ അതൊരു ബ്രാൻഡാണ്. പക്ഷേ ഇവരെല്ലാവരും റീസെല്ലേഴ്സാണ്. ഇവർ ആ സാരി ഉടുത്തത് കൊണ്ട് മാത്രം വില കൂട്ടണമെന്നില്ല. അത് ഒരു സൈഡ്. ഞാൻ അവരെ താഴ്ത്തി സംസാരിക്കുന്നതോ ഡിഗ്രേഡ് ചെയ്യുന്നതോ ഡിഫെയിം ചെയ്യുന്നതോ ഒന്നുമല്ല. അതിൻ്റെ കാര്യം ഞാൻ പിന്നെ വരാം. ഇപ്പം ഞാൻ മൂൺ ഗോഡസിലേക്ക് വരികയാണ്. മൂൺ ഗോഡസ് എങ്ങനെയാണ് ഇത്രയും റേറ്റ് കുറച്ച് വിൽക്കുന്നത് എന്നുള്ളത് ഞാൻ കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ട് എനിക്കത് ടാലി ആവുന്നില്ല, എനിക്കത് എവിടെയും എത്തുന്നില്ല. കുറേ നാളായി ഞാൻ ഒബ്സർവ് ചെയ്യുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇവരുടെ പേജിൻ്റെ താഴെ ഒരുപാട് പേര് പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല, ഇത് പറ്റിക്കൽസ് ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാണാൻ തുടങ്ങി. പക്ഷേ അറ്റ് ദ സെയിം ടൈം ചില യൂട്യൂബേഴ്സ് ഇവരുടെ നിന്ന് പ്രൊഡക്റ്റ് കിട്ടി, കുഴപ്പമില്ല, വലിയ ക്വാളിറ്റി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആ പ്രൈസിന് വേർത്താണ് എന്ന് പറഞ്ഞിട്ട് ചിലവരുടെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ചെറിയൊരു ട്രിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്, ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ അനലൈസ് ചെയ്തൊരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ 400 പേര് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരതിൽ ഒരു 100 പേർക്ക് പ്രൊഡക്റ്റ് അയക്കും. അതും ഈ അയച്ചവരൊക്കെ എനിക്ക് തോന്നുന്നു ഒക്കെ യൂട്യൂബേഴ്സ് ആയിരിക്കും മേ ബി. കാരണം എന്നാലല്ലേ അവരത് പ്രൊഡക്റ്റ് എടുത്ത് കാണിക്കുള്ളൂ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. ബാക്കി 300 പേർക്ക് ഇവർ അയക്കില്ല, അല്ലെങ്കിൽ ഡിലേ ആയിട്ട് അയക്കും, എന്തെങ്കിലും കാരണം പറയും, എക്സ്ക്യൂസ് പറയും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഇവർക്കിത് കൊണ്ട് എന്താ ഗുണം കിട്ടണമെന്ന് വെച്ചാൽ അവിടെയാണ് അവരുടെ ലാഭം. കാരണം 300 പേരുടെ പൈസ അവരുടെ കയ്യിലുണ്ട്, അവർ കൊടുക്കുന്നത് വെറും 100 പേർക്കാണ്. അപ്പോൾ ബാക്കി 300 പേർക്ക് അവിടെ കൊടുക്കാണ്ടിരിക്കുമ്പോൾ ആ പണം അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ 100 പേർക്ക് കൊടുത്തതിൽ നഷ്ടത്തിൽ കൊടുത്തതിൻ്റെ ലാഭം അവർ ബാക്കി 300 പേരെ പറ്റിച്ചതിൽ നിന്ന് അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെയാണ് അവർ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇവർ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ പണ്ടൊക്കെ എറണാകുളം പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അവിടെ അന്നത്തെ ഫേമസ് ഷോപ്സ് ഏതൊക്കെയാണ്? ജയലക്ഷ്മി, ശീമാട്ടി, രമണിക, പാർത്താസ്, ഇതൊക്കെയായിരുന്നു. അപ്പോൾ അച്ഛൻ ആദ്യമേ നമുക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഫസ്റ്റ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ജയലക്ഷ്മി, ശീമാട്ടിയിലൊക്കെ ആയിരിക്കും. അവിടെ ഞങ്ങൾക്ക് അഫോർഡബിൾ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി പോകുന്നത് പാർത്താസിലേക്കാണ്. പാർത്താസിൽ പോയിട്ട് ഇതേപോലത്തെ ഐറ്റംസോ അല്ലെങ്കിൽ കുറച്ച് അതേപോലെ അത്രയും ഇല്ലെങ്കിലും കുറച്ച് റിസംബിൾ ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും കിട്ടി ഞങ്ങൾ വാങ്ങും. അതല്ല അതേ പ്രൊഡക്റ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരും ജയലക്ഷ്മിയിൽ. ഓക്കെ, കുറച്ച് പൈസ കൊടുത്താലും കുഴപ്പമില്ല, വേറെ കിട്ടാനില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ നമുക്ക് ഓൺലൈനിലും ചെയ്യാം. നമ്മൾ എന്ത് പർച്ചേസ് ചെയ്യുമ്പോഴും പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ GPay ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ പിഞ്ച് കിട്ടില്ല, നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുന്ന ആ ഒരു വിഷമം വരുന്നില്ല ഇപ്പോൾ GPayയിലൂടെയൊക്കെ പേ ചെയ്യുമ്പോൾ, അല്ലേ? ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ നമ്മൾ പേ ചെയ്ത് പോവുകയാണ് ഓൺലൈനിൽ കാണുമ്പോൾ. നമ്മൾ ചിന്തിക്കുന്നില്ല. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ ക്ഷമയില്ലായ്മയാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ചിന്തിക്കുക എന്നുള്ളത്, സംസാരിക്കുമ്പോഴായാലും ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴും നമ്മൾ ഒരാളോട് അഭിപ്രായം പറയുമ്പോഴും എന്തും നമ്മൾ ഓട്ടോവോ വി ഡെലിവർ, നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും പുറത്ത് വരുമ്പോഴും ചിന്തിക്കുക എന്നുള്ളതൊക്കെ ഇപ്പോൾ ആർക്കും ഇല്ലാണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അത് സംസാരത്തിൽ മാത്രമല്ല, ഒരു പ്രവൃത്തിയിലും അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അത് വേണോ വേണ്ടയോ എന്ന് പോലും റീതിങ്ക് ചെയ്യാണ്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നവരാണ് 70% ആൾക്കാരും. ഓർഡർ ചെയ്ത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്പോഴത്തുള്ള ആ ഒരു ക്യൂരിയോസിറ്റി കഴിഞ്ഞു, അല്ലെങ്കിൽ അപ്പോൾ ആ ത്രില്ല് കഴിഞ്ഞു, ആ സാധനം വേറെ എവിടെയെങ്കിലും വെറുതെ ഇരിക്കുന്നുണ്ടാകും കുറേ നേരത്തേക്ക്. അപ്പോൾ അത് നമുക്കിതിൽ കാണുമ്പോൾ വരുന്ന ആ ഒരു ക്യൂരിയോസിറ്റി അത്ര മാത്രമേ ഉള്ളൂ. അതാണ് മിക്കവർക്കും സംഭവിക്കുന്നത്. കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ അതിനെപ്പറ്റി കുറേ കുറ്റം പറയാൻ തോന്നും, പക്ഷേ പണം നഷ്ടമായും തോന്നും, ഇങ്ങനെയൊക്കെ. അപ്പോൾ എന്ത് കാര്യം ഓർഡർ ചെയ്യുമ്പോഴും ഒന്ന് റീതിങ്ക് ചെയ്യുക. ഒരു 2 ദിവസം ഡിലേ ആയാലും കുഴപ്പമില്ല. അവർ പറയും വേഗം ഓർഡർ ചെയ്യുക, സ്റ്റോക്ക് ഔട്ട് ആവും എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അതൊക്കെ നമ്മളെ കൊണ്ട് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യിക്കുന്നത്, നമ്മളെ കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ധൃതി പിടിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നതാണ് പേയ്മെൻറ്റ്. കാരണം പേയ്മെൻറ്റ് വൺസ് അയച്ചു കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടു. ഇനി നമുക്ക് കാത്തിരിക്കേ പറ്റുള്ളൂ സാധനം വരുന്നവരെ. അങ്ങനെയാണല്ലോ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ മാത്രമല്ലല്ലോ പറ്റിക്കുന്നവർ. അഹാനകൃഷ്ണ പറ്റിക്കണമെന്ന് പറഞ്ഞു, മൂൺ ഗോഡസ് പറ്റിക്കുന്നവർ ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്.
ഇപ്പോൾ ജയ്പൂർ പോയി കഴിഞ്ഞാൽ, ഞാൻ ജയ്പൂർ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് പർച്ചേസിന് പോയിട്ടുണ്ടായിരുന്നു. പോകുമ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഇരുന്ന് നല്ലോണം ഹോംവർക്ക് ചെയ്തു. ആരെയൊക്കെ പോയി മീറ്റ് ചെയ്യണം, എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് റേറ്റ്, കാര്യങ്ങളും എല്ലാം ഞാൻ നന്നായി ഗൂഗിൾ, അന്ന് ChatGPT അങ്ങനെ യൂട്യൂബ് ഒന്നുമില്ല. സോറി, 6 ഇയേഴ്സ് ബാക്ക് അല്ല, അതിന് മുമ്പാണ്, ചാനലൊക്കെ വരുന്നതിന് മുമ്പ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ മാത്രം ഒന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കി, കുറേ പേരെ ഫോൺ ചെയ്ത് കോൺടാക്ട് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ പോയത്. കുറേ സ്ഥലത്തു നിന്നൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മാത്രമാണ് ഞാൻ റീസെൽ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ റീസെല്ലിങ് സ്റ്റോപ്പ് ചെയ്തു. അത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിരുന്നു എൻ്റെ റീസെല്ലിങ്. അത് എനിക്ക് എൻ്റെ അടുത്ത് വേറെ ഷോപ്പുകാർ പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് സെലക്ട് ചെയ്ത് വാങ്ങിച്ചു കൊണ്ടേ കൊടുത്ത ഒരു കഥയാണത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ പോയത് ഫ്ലൈറ്റിലായിരുന്നു. അപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഷോപ്പുകാർ തന്ന ഫ്ലൈറ്റ് ചാർജ് ഉണ്ടല്ലോ, അത് അവർ ഈ ഗാർമെൻറ്റിൽ ആഡ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഞാൻ ട്രെയിനിലാണ് പോകണമെങ്കിൽ അതായിരിക്കും ആഡ് ചെയ്യുക. അപ്പോൾ എന്താ, ഗാർമെൻറ്റിൻ്റെ കോസ്റ്റ് അതനുസരിച്ചിട്ട് കൂടുതലായാലും കുറവായാലും നിൽക്കും. ഞാൻ ട്രെയിനിൽ പോയി വന്ന പൈസയാണ് വാങ്ങിച്ചിരുന്നതെങ്കിൽ ആ ഗാർമെൻറ്റിൽ ഒരു പെർ ഗാർമെൻറ്റിൽ, കാരണം നമ്മൾ കോസ്റ്റിംഗ് ഇടുന്നത് അങ്ങനെയാണ്. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ, നമ്മളവിടെ പോയി ഫുഡ് കഴിച്ചു, റൂം എടുത്തു, പിന്നെ ഫ്ലൈറ്റിലാണോ പോയത് അല്ലെങ്കിൽ ട്രെയിനിലാണോ പോയത്, എങ്ങനെയാണ് അതനുസരിച്ചിരിക്കും ഒരു ഗാർമെൻറ്റിൻ്റെ റേറ്റ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ചിലപ്പോൾ അഹാനകൃഷ്ണയൊക്കെ അവർ ഇപ്പോൾ സാരി പർച്ചേസ് ചെയ്യാൻ വേണ്ടി അവർ ഫ്ലൈറ്റിന് പോയപ്പോൾ, എല്ലാവരും കൂടെ ഫ്ലൈറ്റിന് പോയപ്പോൾ എല്ലാവരുടെയും കൂടെ റേറ്റൊക്കെ അതിലേക്ക് ഇടുന്നതായിരിക്കും. പക്കാ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അതിൻ്റെ പ്രോഫിറ്റ് ഷെയറും ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ അങ്ങനെയാണ് ഇടുന്നത്. പിന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ വില നിശ്ചയിക്കുന്നത് പ്രൊഡക്റ്റിൻ്റെ ഓണറാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ ഇഷ്ടമാണ് അതിന് എങ്ങനെ റേറ്റ് ഇടണം, എങ്ങനെ റേറ്റ് വേണ്ട എന്നുള്ളത്. ഇപ്പോൾ അവർ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് അവരുടെ ശരീരത്തെ അവരിട്ട് കാണിച്ചിട്ട് 150 രൂപയ്ക്ക് മീഷോയിൽ നിന്ന് വാങ്ങി, എന്നിട്ട് അവരതിട്ടിട്ട് 3000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ പ്രൊഡക്റ്റിൻ്റെ വില അവർ നിശ്ചയിക്കുക എന്നുള്ളത്. പക്ഷേ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ട് അവരുടെ ദേഹത്തിട്ടിട്ട് അവരൊരു സെലിബ്രിറ്റിയാണ്, അതുകൊണ്ട് അതിൻ്റെ ബ്രാൻഡ് മാറുന്നില്ല. ബ്രാൻഡ് ഈസ് സെയിം, അത് ബ്രാൻഡ് അത് തന്നെയാണ്. മീഷോയിൽ നിന്ന് എടുത്ത ബ്രാൻഡ് തന്നെയാണ് അത്, ബ്രാൻഡ് മാറുന്നില്ല. പക്ഷേ വില നിശ്ചയിക്കേണ്ടത് ആ വിൽക്കുന്ന ആളുടെ ഇഷ്ടമാണ്. അവിടെ ബുദ്ധി പ്രവർത്തിക്കേണ്ടത് കസ്റ്റമറാണ്. നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് തിങ്ക് ചെയ്യുക. കണ്ട വഴി എടുത്ത് ചാടാണ്ട് ഇതിനെ ഒന്ന് സ്കാൻ ചെയ്താൽ, നമ്മുടെ മൊബൈലിൽ തന്നെ സ്കാൻ ചെയ്യാം, ഒന്നിട്ട് കൊടുത്ത് നോക്കൂ, സെർച്ചിലിട്ട് നോക്കൂ. ആ മെറ്റീരിയൽ അല്ലെങ്കിൽ അതേ സാധനം വേറെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് അതിൽ തന്നെ കാണിച്ചു തരും. അവിടെയൊക്കെ പോയിട്ട് വില നോക്കാം, റേറ്റ് നോക്കി കമ്പയർ ചെയ്യാം. വേണമെങ്കിൽ വാങ്ങാം, വേണമെങ്കിൽ വേണ്ട. ഇങ്ങനെയൊക്കെ തീരുമാനിക്കാനുള്ള ബുദ്ധിയും സൗകര്യങ്ങളും എല്ലാം ഇപ്പോൾ നമുക്ക് ധാരാളം അവൈലബിൾ ആണ്. സോഷ്യൽ മീഡിയ ഉണ്ട്. അങ്ങനെയുള്ളപ്പോഴും എങ്ങനെയാണ് ഇങ്ങനത്തെ ചതിക്കുഴികളിൽ പോയി പെടുന്നത്? അതിൻ്റെ ആവശ്യമേ നമുക്കില്ല. നമുക്ക് ഫ്രണ്ട്സിനോട് ചോദിക്കാം, ആരുടെയെങ്കിലും അഭിപ്രായം ചോദിക്കാം. ഇതിനൊന്നും നിൽക്കാണ്ട് പേഷ്യൻസ് ഇല്ലാതെ എടുത്ത് ചാടി ഓർഡർ ചെയ്യുന്ന നമ്മളാണ് മണ്ടന്മാർ എന്ന് പറയുന്നത്. ചതിക്കുഴി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുണ്ട്. അത് എപ്പോഴും നമ്മൾ പല വിധത്തിലും ഉണ്ട്. അത് നമ്മൾ ചിന്തിക്കണം. അത് ഡ്രസ്സിൻ്റെ രൂപത്തിലായാലും ഫുഡിൻ്റെ രൂപത്തിലായാലും ശരി, പല രീതിയിൽ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് വരെ നമ്മളെ ചീറ്റ് ചെയ്യുന്നു. പിന്നെയാണ് ഒരു പരിചയമില്ലാത്ത ബിസിനസ്സുകാർ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ വിവേകമാണ്. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒന്നും പെടാണ്ടിരിക്കുക എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട കാര്യങ്ങളാണിത്. ജയ്പൂർ ഞാൻ പോയതിന് ശേഷം ഞാൻ കുറേ സ്ഥലങ്ങളിൽ നിന്നും ഞാൻ അവരെ പോയി നേരിട്ട് കണ്ട് സംസാരിച്ച്, ഞാൻ അവിടെ നിന്ന് തന്നെ കളർ ബ്ലീഡിങ് ടെസ്റ്റൊക്കെ നടത്തി. അതായത് അതിൽ കളർ കാണുമ്പോൾ കളർ പോവുമല്ലോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഞാൻ റബ്ബിങ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. അതെല്ലാം കഴിഞ്ഞ് ഹവാമഹലിൻ്റെ അവിടെ എത്തി. ഞങ്ങളൊന്ന് സൈറ്റ് സീയിങ്ങിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ഹവാമഹലിൻ്റെ മുമ്പിൽ ഇഷ്ടം പോലെ ഷോപ്പുണ്ട്. അവിടെയുള്ള ആൾക്കാർ ഫോഴ്സ് ചെയ്ത് നിർബന്ധിച്ച് വിളിച്ച് അവരുടെ പ്രൊഡക്ട്സ് കാണിച്ചു തന്നു. കുറേ പ്രൊഡക്ട്സ്, സാരീസ് എല്ലാം കാണിച്ചു തന്നു. നോക്കിയപ്പോൾ ഓരോ സാരി 6000, 7000, 10,000 ഒക്കെ പറഞ്ഞു. അത് വില കുറച്ച് തരാം, അപ്പോൾ അതൊക്കെ ശരിയാക്കി തരാം, നിങ്ങൾ വേണ്ടത് എടുക്കുക, ലാസ്റ്റ് നമുക്ക് നോക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞു. ഫൈനലി അത് കൂടാണ്ട് നമ്മൾ ഡ്രസ് മെറ്റീരിയൽ എടുത്തു. അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം കൂടെ എടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഒരു 30,000, 35,000 ടോട്ടൽ റേറ്റ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവർ വില കുറയ്ക്കാൻ പറഞ്ഞപ്പോൾ അവർ കുറച്ചു എന്നുള്ള പോലെയൊക്കെ കാണിച്ച്, അങ്ങനെ എന്തൊക്കെയോ ഫുള്ളും തട്ടിപ്പാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ അവരോട് സാരിയുടെ വില ചോദിച്ചപ്പോൾ ഒരു സാരി 10,000 ഇട്ടിരിക്കണം. അതേ സാരി ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞു. വേറൊരു സ്ഥലത്തിൽ നിന്ന് 600 റുപ്പീസ്, വെറും 600 റുപ്പീസിന് ഞാൻ ഓൾറെഡി വാങ്ങിച്ചു കഴിഞ്ഞു. ഇവരിതിനെ ജയ്പൂർ എന്തോ ട്രഡീഷണലായിട്ട് അവരുടെ മഹാറാണി ഉടുത്ത സാരിയുടെ മോഡലാണ്, മഹാറാണി സാരി എന്നാണ് പറയണതെന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ അടിച്ചു വിട്ടിട്ട് 10,000 ബില്ലിലിട്ടിരിക്കുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെ വാങ്ങാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇതെന്തോ ഉടായ്പാണെന്ന്. ഉടനെ അയാളോട് പറഞ്ഞു, നിങ്ങൾ സാരി മാറ്റി വയ്ക്കൂ, ബാക്കിയുള്ള അതിൻ്റെ റേറ്റ് പറയൂ പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ ഈ ഒരു സാരിയാണ് ഹൈലൈറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത്. കാരണം അയാൾ തട്ടിപ്പ് കാണിച്ചത് ആ സാരിയിലാണ്, ബാക്കി സാധനങ്ങളിലല്ല. കാരണം അയാൾക്ക് ലാഭം കിട്ടാനുണ്ടെങ്കിൽ ഈ സാരിയിൽ മാത്രമാണ്, മറ്റേതിലല്ല. അപ്പോൾ അതുകൊണ്ട് അയാൾ സാരി മാറ്റി വെക്കാണ്ട്, ഇല്ല മേഡം നിങ്ങൾ സാരിയും വെച്ചോ, ഞാൻ കുറച്ച് തരാം, നിങ്ങൾ സാരിയും വെച്ചോ, കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ബാക്കി പ്രൊഡക്ട്സിൻ്റെ വില ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, വലിയ തട്ടിപ്പില്ല, ചെറിയ തട്ടിപ്പേ ഉള്ളൂ. അങ്ങനെ വന്നു.
അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയാണ് വാങ്ങണോ വേണ്ടിയോ എന്നുള്ളത്. ഞാൻ ആ കടയിൽ നിന്ന് ഒറ്റ സാധനം വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വരാം, ഞാൻ അപ്പുറത്ത് പോയിട്ട് വരാം, അല്ലെങ്കിൽ അപ്പുറത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അയാൾ വിട്ടില്ല. അയാൾക്കറിയാം നമ്മുടെ മനസ്സ് മാറും എന്നുള്ളത്, അല്ലെങ്കിൽ തിരിച്ചു വരില്ല എന്നുള്ളത്. അതിന് അയാൾ കുറേ പിടിച്ച് നിർത്താൻ നോക്കി. അതാണ് ഇപ്പോൾ നമുക്ക് ജി പേയുടെ കാര്യത്തിലും ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് മൈൻഡ് അപ്പം തന്നെ നമുക്ക് ജി പേ ചെയ്യാൻ തോന്നും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ക്ഷമയോടുകൂടി 2 ദിവസം ആലോചിച്ചിട്ട് വേണം ഓരോ പ്രൊഡക്റ്റിനും പൈസ ഇറക്കാൻ. വെറുതെ കിട്ടുന്ന പൈസ അല്ല. നമ്മൾ ഏൺ ചെയ്യുന്നതാണ്, നമ്മുടെ ഹസ്ബൻഡുമാർ ഏൺ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ സ്ത്രീകളായാലും ചിട്ടി പിടിച്ചുണ്ടാക്കുന്ന പൈസയായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെറിയ ബിസിനസ് ചെയ്തുണ്ടാക്കുന്ന പൈസയൊക്കെ ആയിരിക്കും. പൈസ നമ്മൾ മഹാലക്ഷ്മിനെ പോലെ സൂക്ഷിച്ച് വെക്കുക. എന്തെങ്കിലും നമ്മൾ ഇറക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക, 1-2 പ്രാവശ്യം ചിന്തിക്കുക. ഒന്നും എടുത്തു ചാടി ഒരു സ്ഥലത്തും പൈസ കൊടുക്കരുത്. കടം ചോദിക്കുന്നവർക്ക് പോലും പൈസ കൊടുക്കുമ്പോൾ നല്ലോണം ആലോചിക്കണം. ഇത് ഇവർ അർഹിക്കുന്നുണ്ടോ, കൊടുക്കണമോ? കാരണം തിരിച്ച് കിട്ടിയില്ലെങ്കിൽ അത് വലിയൊരു വേദനയായി മാറും. അതുപോലെ തന്നെയാണ് ഇങ്ങനത്തെയൊക്കെ ചതിക്കുഴികളിൽ പെട്ടിട്ട് നമ്മുടെ പൈസ പോണത്. അതുകൊണ്ട് ഇങ്ങനെയൊന്നും പെടാണ്ടിരിക്കാനായിട്ട് നമ്മൾ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ വില കാണുമ്പോൾ നമുക്ക് ചിന്തിക്കാം. നമുക്ക് തന്നെ സ്വയം ചിന്തിക്കാൻ അറിയണം. ഇത് എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും വില കുറച്ച് വിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇത്രയും വില കൂടുതൽ എന്നുള്ളത്. ചിലത് വില കൂടുതൽ ഉണ്ടാകും, കാരണം അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ അത് യുണീക്ക് ഐറ്റമാണ്, അല്ലെങ്കിൽ യുണീക്ക് ഡിസൈനൊക്കെ അങ്ങനെ തീർച്ചയായും അതിന് വില ഉണ്ടാകും. അതിലൊരു സംശയമില്ല. ഇപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് ഞങ്ങളുടെ ഓൺ ഫാക്ടറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് വന്നിട്ടുള്ള എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് ഞാനൊരു ദിവസം ഓക്കെ ഞങ്ങൾക്കത് എക്സസ് ആയിട്ട് വരുന്നതുകൊണ്ട് എനിക്ക് വലിയ നഷ്ടമൊന്നും വരില്ല, ഓക്കെ എന്നാൽ കുറച്ച് പേരൊന്ന് അറിഞ്ഞോട്ടെ, വേണ്ടവർ വാങ്ങിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 250 റുപ്പീസിന് ഞാൻ പോസ്റ്റ് ചെയ്തു. ഇങ്ങനെ ഹൈ ക്വാളിറ്റിയാണ്, എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്, 250ക്കാണ് ഞാൻ കൊടുക്കുന്നത് എന്നിട്ട്. ഇത് 5 വർഷം മുമ്പ്. അത് കണ്ടപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താ പറയുക, ഡിഫക്റ്റ് ഉണ്ടോയെന്ന്. അതിൽ കണ്ട അപ്പോൾ തന്നെ അവർ ചിന്തിക്കുന്നത് ഇവരെങ്ങനെയാണ് ഇങ്ങനെ വില കുറച്ച് കൊടുക്കുന്നത്, ഇതിൽ വില ഡിഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. സോ കസ്റ്റമേഴ്സ് ആർ വെരി സ്മാർട്ട്. അവർ പൈസ ഇറക്കുമ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് ഇതിലെന്തോ പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് അങ്ങനെയും പറ്റുന്നില്ല, വില കുറച്ചും കൊടുക്കാൻ പറ്റുന്നില്ല, അവരങ്ങനെയും തിങ്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ വില കൂട്ടിയാലോ, ഇത്രയും വില കൂടുതലുള്ളത് ഞാൻ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം എന്തോ, അതും ഒരു കാഷ്വൽ വെയറിന് എന്നും ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. എന്തുകൊണ്ട് വില കുറയ്ക്കണം? അതുപോലെ തന്നെയാണ് ഈ മൂങ്കോടസ് പോലുള്ളതൊക്കെ നമുക്ക് കാണുമ്പോൾ ഇവരെങ്ങനെയാണ് ഇത്ര വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും ഇതിലെന്തോ ഉടായ്പുണ്ട് എന്നുള്ളത്. വർഷങ്ങളായിട്ട് ഇവർ ഉടായ്പാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും കുറേ നാളായി കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാലും ഇവർക്ക് ഓർഡർ കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം അതർ സൈഡ് ചില യൂട്യൂബേഴ്സൊക്കെ എനിക്ക് കിട്ടി, സാധനം കിട്ടി, നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ ഈ നെഗറ്റീവിനേക്കാളും കൂടുതലും ഇവരെ അട്രാക്റ്റ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിന്. അതായത് അത് വേണം എന്ന് അത്രയും ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുന്നറിയോ, ഈ പോസിറ്റീവായിട്ട് കാണുന്നതിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അത് വേണം എന്നുണ്ടെങ്കിൽ അവർ അതിനെ തന്നെയാണ് ഫോക്കസ് ചെയ്യുള്ളൂ. അത് കിട്ടിയേ പറ്റുമെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ളത് മാത്രമേ അവരെ അട്രാക്റ്റ് ചെയ്യുള്ളൂ. അതങ്ങനെയാണ്, അതൊരു തരം മാനിഫെസ്റ്റേഷനാണ്. അവിടെ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നില്ല. പക്ഷേ എനിക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാനത് അതിനകത്ത് 100 കുറ്റം കണ്ടുപിടിക്കും. അത് ഹ്യൂമൻ സൈക്കോളജി. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ആഹാനകൃഷ്ണയായാലും ശരി, ആരായാലും തട്ടിപ്പ് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ 400 പേര് മൂങ്കോടസിൻ്റെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ വിത്ത് പ്രൂഫ്, ഈ 400 പേരുടെ പ്രൂഫ് ഉള്ളത് കൊണ്ട് 400 പേര്. ഇനി ഈ പ്രൂഫ് കയ്യിലില്ലാത്തവർ എത്ര പേരുണ്ടാകും? യാദൃശികമായിട്ട് കയ്യിൽ നിന്ന് പ്രൂഫ് നഷ്ടപ്പെട്ടു പോയാൽ ഒരുപാട് പേരുണ്ടാകും. ഈ പറ്റിച്ച എല്ലാവരോടെ കേസ് കംപ്ലയിൻറ്റ് കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ പ്രൂഫ് ഇല്ലാത്തവർ ഒരുപാട് പേര് കാണുമല്ലോ, കയ്യിൽ പ്രൂഫ് വെക്കാൻ സാധിക്കാത്തവർ, കളഞ്ഞു പോയവരൊക്കെ, അങ്ങനെയുള്ളവർ ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവർ എത്ര പേരേക്ക് ഇനിയും പറ്റിക്കപ്പെട്ടിട്ടുണ്ടാകും? പുറത്ത് വരാത്തവർ ഒരുപാട് പേരുണ്ടാകും. പിന്നെ ഇവർ പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തവരുണ്ടാകും. ഇത്രയും വർഷങ്ങൾ കൊണ്ട് 400 പേരെന്നൊക്കെ പറയുമ്പോൾ ഇതിലും കൂടുതൽ ആൾക്കാർ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ? അപ്പോൾ ഓരോ ഓൺലൈൻ നോക്കുമ്പോഴും നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. അതൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാനീ പറഞ്ഞൊക്കെ സത്യമല്ലേ? ഇപ്പം നമ്മൾ നമ്മൾ ഏതൊരു കാര്യത്തിൽ ആരെയും കുറ്റപ്പെടുത്താൻ നോക്കി കൈവിട്ട് പോയ പൈസ നമ്മുടെ അവിവേകം കൊണ്ട് നമുക്ക് അങ്ങനെ പൈസ നഷ്ടപ്പെട്ടു പോയെങ്കിൽ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് നമ്മളെ തന്നെയാണ്. എന്തുകൊണ്ട് ഞാൻ നോക്കിയില്ല, എന്തുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല, എന്തുകൊണ്ട് ഞാൻ രണ്ടാമത് തിങ്ക് ചെയ്തില്ല, എടുത്ത് ചാടിപ്പോയി. സ്വയം തിരുത്തുക. നെക്സ്റ്റ് ടൈം ഇതുപോലെ അബദ്ധങ്ങളിൽ പോയി ചാടാണ്ടിരിക്കുക. തിങ്ക് ചെയ്യുക, അത്ര തന്നെ. ഇപ്പോൾ നല്ലോണം സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നല്ലോണം അവസരങ്ങളുണ്ട്. എന്തെല്ലാം തരത്തിൽ നമുക്ക് എൻക്വയറി ചെയ്യാം, എന്തെല്ലാം തരത്തിൽ നമുക്ക് സ്റ്റഡി ചെയ്യാം. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴും പിന്നെയും പോയി ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചാടുക എന്ന് പറയണത് അത് നമ്മളെ തന്നെ അസസ് ചെയ്ത് നോക്കൂ. നമ്മൾ സ്വയം ചിന്തിക്കുമ്പോൾ നമ്മൾ തന്നെ ഞാൻ തന്നെ ഫൂളല്ലേ എന്ന് എനിക്ക് തന്നെ സ്വയം തോന്നും. അതൊരു നാണക്കേടല്ലേ? ഒരു പോക്കറ്റടിക്കാരൻ എൻ്റെ പോക്കറ്റ് അടിച്ചാൽ അത് പോക്കറ്റടിക്കാരൻ്റെ കഴിവും എൻ്റെ കഴിവില്ലായ്മയാണെന്നുള്ളത് എൻ്റെ അമ്മ എന്നോട് പറയുമായിരുന്നു പണ്ട്. അതാണ് സത്യം. അയാളുടെ കഴിവ് എൻ്റെ കഴിവില്ലായ്മയാണ് എന്നുള്ളത്. ആ തിരക്കുള്ള ബസ്സിൽ ഞാൻ എന്തിനാണ് അങ്ങനെ ഒരു പേഴ്സും എൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ വെച്ചിട്ട് നിന്നത്? അതുകൊണ്ടല്ലേ അയാളെ അടിച്ചെടുത്തുകൊണ്ട് പോയത്. അത് എൻ്റെ കഴിവുകേടല്ലേ? നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.